ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭക്തജനങ്ങളുടെ മറ്റൊരു സംശയമാണ് ശിവരാത്രി നാളിൽ ഉപവാസമനുഷ്ഠിക്കുക, ഉറക്കമളയ്ക്കുക. ഉപവാസം പലപ്പോഴും പലരും എടുക്കാറുള്ളതാണ്. പക്ഷെ ശിവരാത്രി ദിവസം എന്തുകൊണ്ടാണ് ഉറക്കമളച്ച് നമ്മൾ ഇരിക്കേണ്ടുന്നത്? അപ്പോൾ ഉപവസിക്കുക, അടുത്ത് വസിക്കുക, ഇരിക്കുക എന്നുള്ളതാണ് ഉപവാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഉപനിഷത്ത് എന്ന് പറയുന്നതും അടുത്ത് ഇരുന്ന് പഠിക്കുക. ഉപനിഷത്തുകൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ബ്രഹ്മവിദ്യയാണ് പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്തിരുന്ന് ആ അറിവ് പകർന്നെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ദൂരെ ഇരുന്നാൽ അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ ഉപനിഷത്ത്. കാരണം ഗുരുവിനോട് ചേർന്നിരുന്ന് ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ആ സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അടുത്താണ് ഇരിക്കുന്നത്. അടുത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെയും ഈ പ്രത്യേക ഒരു ദിവസം, ശിവരാത്രി ദിവസം പകൽ ഉപവാസം. ചിലർ ബലിയിടുന്നതിന് മുമ്പും ഒന്നും കഴിക്കാറില്ല. ചിലർ ഫലാഹാരം മാത്രം കഴിക്കുന്നവരുണ്ട്. അരിയാഹാരം കഴിക്കാതെ ഫലാഹാരം കഴിക്കും. ഉപവാസം എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജലം മാത്രം കുടിച്ചിരിക്കുക എന്നുള്ളതാണ്. അത് ഫലാഹാരം കഴിച്ചാൽ വീണ്ടും വയറ് ഫുള്ളായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ അടുത്ത് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ രാത്രിയിൽ നമ്മൾ ഉറക്കമളച്ചിരിക്കുമ്പോൾ, രാത്രി എപ്പോഴും അന്ധതയുടെ ഒരു പ്രതീകമാണ്. അപ്പോൾ ഇവിടെ ഉണരരുത് ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഉണർന്നിരിക്കുക, അറിവായിട്ട് ഉണർന്നിരിക്കുക. ഇപ്പോൾ ശിവൻ നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെ മംഗളസ്വരൂപനാണ്, ചൈതന്യ സ്വരൂപനാണ്. ആ ചൈതന്യ സ്വരൂപത്തിൻ്റെ അടുത്ത് ഉണർന്നിരിക്കുക. ചൈതന്യം തൻ്റെ സ്വരൂപവും അതുതന്നെയാണ്, അന്ധകാരമല്ല. അവിടെ അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് അന്ധത തോന്നുന്നത്. അപ്പം ഞാൻ പാപിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നൊക്കെയുള്ള ഓരോരോ തോന്നലുകൾ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു രാത്രി, പകലും രാത്രിയും നിരന്തരമായിട്ടുള്ള ജപത്തിലൂടെയും അതേപോലെ തന്നെ പാരായണത്തിലൂടെയും, സദ്ഗ്രന്ഥങ്ങളുടെ പാരായണത്തിലൂടെയും സ്തോത്ര പാരായണത്തിലൂടെയും ഒക്കെ ഉണർന്നിരിക്കുക. അങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ ആ ഒരു ജ്ഞാനം തെളിഞ്ഞ് പ്രകാശിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ ഉപവാസത്തിൻ്റെയും ഉറക്കം ഇല്ലാതെ ഇരുന്ന് ജപിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് വേണ്ടുന്നത്, അറിഞ്ഞു അറിയാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പരമ്പൊരുളിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. ഏതൊന്നിനെ ലഭിച്ചാൽ എല്ലാം ലഭിച്ചതായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഉപനിഷത്ത് പറയുന്നുണ്ട്, ഏതൊന്നിനെക്കുറിച്ച് അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുന്നുവോ അത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള ഉണർന്നിരിക്കലിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ആത്മസാക്ഷാത്കാരം, അതായത് അവനവനെക്കുറിച്ചുള്ള തിരിച്ചറിവ്. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള അറിവില്ലാതെ
ജീവിക്കുന്നതാണ് മായ. അപ്പോൾ ഈ മായയിൽ നമ്മളിങ്ങനെ യാതൊരു ലക്കും ലകാലുമില്ലാതെ പോവുകയാണ്. അറിവോടുകൂടി ഇവിടെ ജീവിക്കുമ്പോൾ ഈ മായ നമ്മളെ ഒരിക്കലും പിടികൂടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മായ പിടികൂടാതിരിക്കണമെങ്കിൽ നമ്മൾ ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നിടണം. അറിവായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ സാധിക്കണം. അതാണ് നമ്മൾ അവബോധം, അവെയർനെസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശിവൻ്റെ ആ ഒരു പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പവിത്രമായിട്ടുള്ള ദിനത്തിൽ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉപവാസത്തിലൂടെയും അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള ജപത്തിലൂടെയും ഈ 24 മണിക്കൂറും അങ്ങനെ ഉണർന്നിരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ അറിവ് നമ്മൾക്ക് എത്രമാത്രം സ്വാംശീകരിക്കുവാനായിട്ട് സാധിക്കുന്നുവോ അതാണ് ഇവിടെ പ്രധാന വിഷയം. അപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ശിവരാത്രി ദിവസം എവിടെയും ഓടിപ്പോകുക എന്നുള്ളതല്ല, മറിച്ച് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് ജപിച്ച് അവനവൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ആത്മീയമായിട്ടുള്ള അറിവായിരിക്കില്ല അവർക്ക് താല്പര്യം, മറിച്ച് ഭൗതികമായിട്ടുള്ള ചില നേട്ടങ്ങളായിരിക്കാം. എങ്കിൽ പോലും സ്വസ്ഥമായി ഒരു സ്ഥലത്തിരുന്ന് ആ രീതിയിൽ ജപിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.